ലയണൽ മെസ്സിയുടെയും അർജന്റീനയുടെയും വരവിനായി ആരാധനയോടെ കാത്തിരിക്കുകയാണ് കേരളം. എന്നാൽ ഈ ആരാധകരെയൊക്കെ നിരാശയിൽ ആഴ്ത്തിക്കൊണ്ട് മെസ്സി കേരളത്തിലെത്തുമോ എന്നതിൽ വീണ്ടും അനിശ്ചിതത്വം തുടരുന്നു. വിദേശ മാധ്യമങ്ങളിലടക്കം മെസ്സി എത്തിയേക്കില്ല എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. ആവർത്തിച്ചുള്ള കരാർ ലംഘനങ്ങളാണ് മത്സരം നടത്തുന്നതിൽ തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് അർജന്റീനിയൻ മാധ്യമ റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ പര്യടനത്തിന് സാധ്യതയില്ല എന്ന വിവരം ദേശീയ ടീമുമായുള്ള വിവരങ്ങൾ ആധികാരികതയോടെ പങ്കുവയ്ക്കുന്ന അർജന്റീനിയൻ മാധ്യമ പ്രവർത്തകൻ ഗാസ്റ്റൺ എഡ്യൂൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഏതാണ്ട് 70 കോടി ചെലവഴിച്ചുകൊണ്ടാണ് മെസ്സിയെയും ടീമിനെയും വരവേൽക്കാൻ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം നവീകരണം പൊടിപൊടിക്കുന്നത്. കായിക മന്ത്രി അബ്ദുൾ റഹ്മാൻ തിരക്ക് പിടിച്ച് പണികൾ പൂർത്തീകരിക്കുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നതാണ് സംശയം. പുതിയ ഇരിപ്പിടങ്ങളും ഫ്ലഡ് ലൈറ്റുകളുമൊക്കെ വച്ചു കഴിഞ്ഞു. ഒരു സ്റ്റേഡിയം നവീകരിക്കാൻ 70 കോടി എന്ന് പറയുന്നത് തന്നെ പലവിധ സംശയങ്ങളും ജനിപ്പിച്ചിരിക്കുന്നു. സർക്കാർ സ്പോൺസർഷിപ്പിൻ്റെ പേരിൽ നടത്തുന്ന അടുത്ത കൊള്ളയാണ് ഇതെന്ന സംശയം എല്ലാവർക്കും വന്നു കഴിഞ്ഞു. ഫിഫ മാനദണ്ഡങ്ങൾ അനുസരിച്ച് 50,000 പേർക്കുള്ള ഇരിപ്പിടം ഒരുക്കിയുള്ള നവീകരണത്തോടൊപ്പം AR റഹ്മാന്റെ സംഗീത പരിപാടിയും ഡ്രോൺ ഷോകളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് റോഡ് ഷോയും കൊച്ചിയിൽ അർജന്റീന ഓസ്ട്രേലിയ അന്താരാഷ്ട്ര സൗഹൃദ മത്സരവുമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിലെ പിരിവ് പൊടിപൊടിക്കുന്നത്. ഫണ്ടുണ്ടാക്കാൻ തകൃതിയായി പദ്ധതികൾ നടക്കുന്നതോടൊപ്പം തന്നെ ടിക്കറ്റ് നിരക്കും പരസ്യപ്പെടുത്തി കഴിഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് കേരളത്തിൽ മെസ്സി എത്തില്ല എന്നുള്ള വാർത്തകൾ ഇപ്പോൾ കാട്ടുതീ പോലെ പടരുന്നത്. ഫിഫ വിൻഡോയിലെ മത്സരങ്ങളുടെ ക്രമം പരിശോധിച്ചാൽ നവംബറിൽ കേരളത്തിൽ പോയിട്ട് ഇന്ത്യയിൽ പോലും അർജന്റീന മത്സരം ഷെഡ്യൂൾ ചെയ്തതായി കാണാനേ സാധിക്കുന്നില്ല. അർജന്റീനയിലെ മാധ്യമമായ ലാ നാസിയോൺ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് നവംബർ 11 മുതൽ 19 വരെയുള്ള ഫിഫ വിൻഡോയിൽ സൗഹൃദ മത്സരങ്ങൾ നടക്കുന്നത് അങ്കോളയിലാണ്. ഇതൊക്കെയാണ് അർജന്റീന കേരളത്തിൽ എത്തില്ല എന്ന സംശയം പ്രബലപ്പെടാൻ കാരണമായിരിക്കുന്നത്. കരാർ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ചയുണ്ടായതായും കൊച്ചിയിലെ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ പരിശോധന നടത്താൻ അർജന്റീനിയൻ പ്രതിനിധികൾ ഇവിടത്തെ സൗകര്യങ്ങളിൽ തൃപ്തരല്ല എന്ന സൂചനയും പുറത്തുവരുന്നു. എന്തായാലും കോടികൾ മുടക്കുന്ന സർക്കാരിനും കായിക മന്ത്രിക്കും കൈയിട്ട് വാരാൻ മാത്രമുള്ളൊരു പദ്ധതിയായി ഇത് മാറുമോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ബലപ്പെട്ടിരിക്കുന്നത്. കിംവദന്തികളാണ് ഇതെന്ന് കായിക മന്ത്രി ഉൾപ്പെടെ പറയുമ്പോഴും മെസ്സിയുടെ വരവ് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയ്ക്ക് സമമാണെന്നാണ് സത്യം.